ഹലോ എവരി വൺ. റീസെന്റ് ആയിട്ടുള്ള ഒരു ഡിസ്കഷനിൽ ഒരു പാരന്റ് ചോദിച്ച ഒരു ചോദ്യമാണ്. അപ്പോൾ എയുടെ കാലത്ത് ഇത്ര അൺസർട്ടനിറ്റി ഉള്ള ഒരു സമയത്ത് സേഫ് ആയിട്ടുള്ള ഒരു ജോലികളോ അല്ലെങ്കിൽ കരിയറോ നമ്മൾ ചൂസ് ചെയ്താൽ പോരെ എന്നുള്ളൊരു കാര്യം. അപ്പോൾ സേഫ് ആയിട്ട് അവർ ഡിസ്ക്രൈബ് ചെയ്ത കുറേ കാര്യങ്ങളിലൊന്ന് സോഫ്റ്റ്വെയർ കോഡ് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി. ഇപ്പോൾ ഒരു ഡോക്ടർ ആകുക, അല്ലെങ്കിൽ ഒരു CA പഠിക്കുക, അല്ലെങ്കിൽ ഒരു ടീച്ചർ ആകുക, ഇങ്ങനെയുള്ളൊരു കാര്യങ്ങളാണ് എക്സാമ്പിളായിട്ട് സേഫ് ജോലികളായിട്ട് അവർ ഡിസ്ക്രൈബ് ചെയ്തൊരു കാര്യം. നമ്മൾ ജസ്റ്റ് ചെക്ക് ചെയ്യേണ്ടത് എയുടെ കാലത്ത് ഈ കാര്യങ്ങളൊക്കെ സേഫ് ആണോ എന്നുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കോമൺ ആയിട്ട് ഇവർക്കൊക്കെ ഉണ്ടായിരുന്ന ഒരു നോളജിനുള്ള ഒരു എക്സ്ക്ലൂസിവിറ്റി ഉണ്ടായിരുന്നു. അതായത് ഇവരുടെ അടുത്ത് പോയാൽ മാത്രം നമുക്ക് സോൾവ് ചെയ്യുന്ന കുറെ കാര്യങ്ങൾ, ആ കാര്യങ്ങൾ എയുടെ കാലത്ത് ഈ സ്ലോലി ഗോൺ. അതെങ്ങനെയാണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇപ്പോൾ ഒരു കമ്പ്യൂട്ടർ കോഡ് ചെയ്യുക, സോഫ്റ്റ്വെയർ ബിൽഡ് ചെയ്യുക എന്നുള്ള പറയുന്ന ഒരു കാര്യം ഇന്നത് ഒരിക്കലും എക്സ്ക്ലൂസീവായിട്ട് ചിലർക്ക് പഠിച്ചവർക്ക് മാത്രമുള്ളൊരു കാര്യമല്ല. ഇന്ന് നിങ്ങൾക്കറിയാം കോഡ് ചെയ്യാൻ ആരെക്കൊണ്ടും പറ്റും. ഇപ്പോൾ വൈപ്പ് കോഡിംഗ് എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ റീസെൻ്റായിട്ട് ജെമിനി തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഡോക്ടർ ആകുക, ഇപ്പോൾ ഡോക്ടറെ അടുത്ത് പോയാൽ മാത്രമായിരുന്നു എനിക്ക് തലവേദനയ്ക്കുള്ള ഉത്തരം കിട്ടുക. പക്ഷേ ഡാറ്റ ട്രെയിൻഡ് ആകുന്നതനുസരിച്ച് നമുക്ക് കിട്ടുന്ന ഉത്തരങ്ങൾ ഭയങ്കരമായിട്ട് വ്യത്യാസമുണ്ട്. നോ മോർ ആ നോളജ് എക്സ്ക്ലൂസീവായിട്ട് ഒരു സെറ്റ് ഓഫ് പ്രൊഫഷണൽസിൻ്റെ കയ്യിൽ മാത്രമല്ല. ഇപ്പോൾ ഒരു CA കാരനെ കണ്ടാൽ മാത്രമായിരുന്നു ടാക്സ് പ്ലാൻ ചെയ്യുക, ഇപ്പം നിങ്ങൾക്ക് കുറേ കാര്യങ്ങളെപ്പറ്റി ധാരണ കിട്ടുക. ഇന്ന് ഈ നോളജ് സുലഭമായിട്ട് അവൈലബിൾ ആണ്. ഇന്ന് നമ്മൾ സ്കൂളിൽ പോകുന്നത് ടീച്ചറുടെ അടുത്തുനിന്ന് നോളജ് പകർന്നു കിട്ടാൻ വേണ്ടി മാത്രമല്ല. കാരണം ടീച്ചറിനേക്കാളും നോളജ് ഇന്ന് നിങ്ങൾ ഉപയോഗിക്കുന്ന ChatGPT ഉണ്ട്. പക്ഷെ ഇന്ന് നമ്മൾ സ്കൂളിൽ പോകുന്നതിന്റെ ഒരു ലാർജർ ആയിട്ടുള്ള ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൊസൈറ്റിയിൽ നമ്മൾ എങ്ങനെ ജീവിക്കണം, ബിഹേവ് ചെയ്യണമെന്ന് പഠിക്കേണ്ട ഒരു സ്മോൾ ആയിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ് ആണ് നമ്മുടെ സ്കൂളുകൾ എന്നൊരു കാര്യം. അപ്പം ലാർജ്ലി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എയുടെ കാലത്ത് ആ സേഫ് എന്ന് പറയുന്ന ജോലികൾ സേഫ് ആകണമെന്ന് യാതൊരു നിർബന്ധമില്ല. അതിനുള്ളൊരു റീസൺ ഞാൻ മുമ്പ് എക്സ്പ്ലെയിൻ ചെയ്തതുപോലെ തന്നെ ദാറ്റ് എക്സ്ക്ലൂസിവിറ്റി ഈസ് ഗോൺ. അതായത് ചിലരുടെ അടുത്ത് ചെന്നാൽ മാത്രമാണ് നമുക്ക് ചില കാര്യങ്ങൾ അറിയാൻ പറ്റിക്കൊണ്ടിരുന്നത് ഒരു 3-4 കൊല്ലം മുമ്പ്. അത് ഈ സ്ലോലി ഗോൺ എന്നൊരു കാര്യമുണ്ട്. നേരെ മറിച്ച് ഈ ജോലികൾക്കൊന്നും സ്കോപ്പില്ല എന്നും അതിനർത്ഥമില്ല. പക്ഷേ നിങ്ങൾക്ക് അഭിരുചിയോ താല്പര്യമോ ഇല്ലാണ്ട് സേഫ് എന്ന രീതിയിൽ നിങ്ങൾ ഒരു കാര്യം പഠിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ഫ്യൂച്ചറിന് ഗുണകരമാകണമെന്ന് യാതൊരു നിർബന്ധമില്ല. താങ്ക് യു സോ മച്ച്.